ഹലോ, ഹായ്, നമസ്കാരം. ഷാഹി കബീർ കഥയെഴുതി സംവിധാനം ചെയ്ത് ദിലീഷ് പോത്തൻ, റോഷൻ മാത്യൂസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച റോന്ത് എന്ന സിനിമ ഉണ്ട്. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫിലിം. എനിക്കിഷ്ടമായി സിനിമ. നൈറ്റ് പെട്രോളിങ്ങിന് പോകുന്ന 2 പോലീസുകാരുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് കുറച്ച് എപ്പിസോഡുകളായിട്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. 2 പോലീസുകാരുടെ കൂടെ നൈറ്റ് പെട്രോളിങ്ങിന് നമ്മളവരുടെ ജീപ്പിൽ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? അതെല്ലാം കറക്റ്റ് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ശരിക്കും ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടും. ഈ പോലീസുകാര് അവര് അനുഭവിക്കുന്ന പ്രശ്നങ്ങള്. പിന്നെ ഓരോ കേസിന് വേണ്ടിയിട്ട് അവര് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവര് അനുഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം നല്ല റിയലിസ്റ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് തന്നെയാണ്. ദിലീഷ് പോത്തനും റോഷൻ മാത്യൂസും ആണ് 2 പോലീസുകാരുടെ റോള് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദിലീഷ് പോത്തന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. അടിപൊളിയായിട്ടാണ് പുള്ളി ആ റോൾ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ആ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണിക്കുമ്പോഴും ആ ക്യാരക്ടറിനോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നും. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് ദിലീഷ് പോത്തൻ ചെയ്തിരിക്കുന്നത്. റോഷൻ മാത്യൂസിന്റെയും അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. റോഷൻ മാത്യൂസിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ജോലിയിൽ കയറി 6 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഒരു ഫ്രഷ് ഒരു പോലീസുകാരൻ എങ്ങനെ പെരുമാറും എന്നുള്ളതാണ് റോഷൻ മാത്യൂസിന്റെ ക്യാരക്ടറിലൂടെ കാണിക്കുന്നത്. ദിലീഷ് പോത്തന്റെ ക്യാരക്ടർ ആണെങ്കിൽ കുറച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു പോലീസുകാരനാണ്. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും ഇവർ രണ്ടുപേരും എങ്ങനെ പെരുമാറുന്നു, ആ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ അടിപൊളിയായിട്ട് തന്നെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമ നമ്മൾ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഉള്ളിലൊരു എന്താ പറയാ, ഒരു ഫീല് കിട്ടുന്ന ഒരു ടൈപ്പ് ഒരു സ്റ്റോറിയാണ്. അത് നിങ്ങൾ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയുടെ ലിസ്റ്റിൽ വരും റോന്ത് എന്ന സിനിമ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.